ഹോട്ടലിൽ കയറി നാശനഷ്ടം വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പൾസർ സുനി അറസ്റ്റിൽ. എറണാകുളം കുറുപ്പംപടി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. നടി ആക്രമിച്ച കേസിൽ കർശന ജാമ്യ വ്യവസ്ഥകൾ നിലനിൽക്കെയാണ് വീണ്ടും കേസെടുത്തിരിക്കുന്നത്. എസ് ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, ദീർഘകാലത്തെ ജയിൽവാസത്തിന് ശേഷം സുപ്രീംകോടതി ജാമ്യം നൽകി പൾസർ സുനി വീണ്ടും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെട്ടിരിക്കുന്നു, അതിൽ കേസെടുത്തിരിക്കുന്നു. പക്ഷേ അതിലിപ്പോൾ സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പരിശോധിക്കേണ്ടതാണ്. പൾസർ സുനി ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ആഘാതത്തെക്കാൾ അദ്ദേഹം ജാമ്യ വ്യവസ്ഥയിൽ കഴിയുന്ന ഒരു പ്രതിയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു ക്രിമിനൽ ഒഫൻസിൽ ഇടപെടുന്നതും ജാമ്യ വ്യവസ്ഥ ലംഘിക്കാൻ തക്ക കുറ്റമാണ്. അപ്പോൾ ആ കാര്യം കൂടി ഇതിൽ പരിഗണിക്കപ്പെടില്ലേ? ജിൽസി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരാൾ കോടതി അനുവദിച്ച ജാമ്യപ്രകാരം അയാൾ പുറത്ത് തുടരുന്നു, അയാൾ തന്നെ മറ്റൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു കേസ് വരുന്ന സാഹചര്യത്തിൽ ഇതിൽ ജാമ്യം റദ്ദാക്കപ്പെടേണ്ടതാണ്. അത് സംബന്ധിച്ചുള്ള കാര്യം ഇതിനകം തന്നെ റൂറൽ പോലീസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ കേസിന്റെ വിശദാംശങ്ങൾ അടക്കമാണ് റൂറൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ നമുക്കറിയാം, നടി ആക്രമിച്ച കേസിൽ സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നത്. അതിനുശേഷം ഈ ജാമ്യ വ്യവസ്ഥകൾ പുറത്തിറക്കിയിരുന്നത് വിചാരണ കോടതിയാണ്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ജില്ല വിട്ട് പൾസർ സുനി പുറത്ത് പോകാൻ പാടില്ല. ഒപ്പം തന്നെ എല്ലാ മാസവും പൾസർ സുനിയെ നിരീക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് റൂറൽ പോലീസ് കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ളതാണ്. ഇതിനിടയിലാണ് മറ്റൊരു കേസ് കൂടി നിലവിൽ വന്നത്. അതായത് ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രായമംഗലത്തെ ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സുഹൃത്തിനൊപ്പം പൾസർ സുനി എത്തുന്നു. അവിടെ കുറച്ച് സമയം ഓർഡർ ചെയ്ത ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും ഈ ഭക്ഷണം ലഭിച്ചിരുന്നില്ല. അതോടുകൂടിയാണ് വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോരുന്നത്. പൾസർ സുനി ഈ വെയിറ്ററിന് നേരെ അതിക്രമം കാട്ടുകയും അസഭ്യം പറയുകയും ഒപ്പം തന്നെ ഈ ടേബിളിൽ ഉണ്ടായിരുന്ന ചില്ല് ഗ്ലാസ് അത് എടുത്തറിഞ്ഞ് പൊട്ടിക്കുകയല്ലാണ് ചെയ്തത്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റാഫുകളെ ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് വാ, അവിടെ വച്ച് കാണിച്ചു തരാം എന്നുള്ള നിലയിലുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് കുറുപ്പംപടി പോലീസ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരുന്നത്. പൾസർ സുനിക്കെതിരെ ഭീഷണിപ്പെടുത്തിയതിനും ഒപ്പം തന്നെ നാശനഷ്ടം വരുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒപ്പം നമുക്കറിയാം, ഈ ഇത്തരത്തിൽ കേസ് വരുമ്പോൾ, അതായത് ഭീഷണിപ്പെടുത്തിയതും ഒപ്പം തന്നെ ഈ നാശനഷ്ടം വരുത്തിയതും ഒക്കെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.